ഇന്ന് ഈ വേദിയിൽ വളരെ വിശിഷ്ടമായ കുറേയേറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഋഷിരാജ് സിംഗ്, അതുപോലെ തന്നെ NP ആൻ്റണി, അതുപോലെ നമ്മുടെ വിജയൻ സാറ്, പിന്നെ ജോസഫ്, രാജീവ് ജി, എല്ലാവരുമുണ്ട്. ഈ പ്രചോദ്സിൻ്റെ ഈ ബിസിനസ് കണക്ട് എന്ന സംരംഭകരെ ഉത്തേജിപ്പിക്കുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷം. ഇത് തുടങ്ങുന്ന സമയം മുതൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുവാൻ വലിയ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ധാരാളം സംരംഭകരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് അദ്ദേഹം ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വളരെ വിജയകരമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപയോഗിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇതുപോലുള്ള സംരംഭകരൊക്കെ ആദരിക്കപ്പെടുന്നു. സംരംഭകർ കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സംരംഭ മേഖലയ്ക്ക് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രാധാന്യം വന്നു ചേരുകയും ചെയ്തിരിക്കുന്നു. 140 കോടി ജനങ്ങളുള്ള നമ്മുടെ മഹാരാജ്യത്ത് 6,77,00,000 സംരംഭങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ 30 ലക്ഷം ആളുകൾ, 30 കോടിയോളം ആളുകൾ, 29,80,00,000 ആളുകൾ അതിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ GDPക്ക് 31% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. കയറ്റുമതിക്ക് 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതിബൃഹത്തായ ഒരു സംരംഭ മേഖലയാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്നത്. ഈ മേഖലയെ സെക്കൻഡ് എഞ്ചിൻ എന്നാണ് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ജി വിശേഷിപ്പിച്ചത്. ഇതിൻ്റെ പ്രാധാന്യം അത്രമാത്രം വലുതാണ് എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഇൻഡസ്ട്രീസ് വരുമ്പോൾ ഇതിൽ 20% ശരിക്കും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. 35% സർവീസ് ഇൻഡസ്ട്രീസും 40% ട്രേഡ് ഇൻഡസ്ട്രീസുമാണ്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയുടെ ഒരു മൊത്തത്തിലുള്ള പിക്ചർ. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 24 ലക്ഷത്തോളം സംരംഭങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കിടയിൽ പുതുതായി ഒട്ടനവധി സംരംഭങ്ങൾ മാനുഫാക്ചറിങ്, നോൺ മാനുഫാക്ചറിങ്, ട്രേഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എമർജ് ചെയ്തിട്ടുണ്ട്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സർക്കാർ തലത്തിൽ സംരംഭം വാർത്തെടുക്കുന്നതിന് അനുകൂലമായി നിരവധി നിയമപരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കുറേയേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏറ്റവും അവസാനം ഈ രംഗത്ത് വന്ന 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം 2025 ഓഗസ്റ്റ് 18 കേരള ഗസറ്റ് പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിലെ സംരംഭകരെ സംബന്ധിച്ച് അത് വലിയ ഒരു ആശ്വാസമായിരുന്നു. അതായത് കേരളത്തിലെ സംരംഭകർ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലൈസൻസിങ് ചട്ടങ്ങൾ ലഘൂകരിക്കുക, ലൈസൻസിങ് ചട്ടങ്ങൾ ലളിതമാക്കുക, കേരളം കുറച്ചും കൂടി എൻ്റർപ്രണർ ഫ്രണ്ട്ലി ആക്കുക, കേരളത്തിലൊന്നും നടക്കില്ല എന്ന മനോഭാവം മാറ്റിയെടുക്കുക എന്നതിനെ മുൻനിർത്തിയുള്ള നിയമപരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത്. 2018 മുതൽ കേരളത്തിൽ ഒട്ടനവധി നിയമപരിഷ്കാരങ്ങൾ സംരംഭകരെ സംരക്ഷിക്കുന്നതിന്, സംരംഭകർക്ക് അനുകൂലമായി കൊണ്ടുവന്നിട്ടുണ്ട്. എണ്ണി പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. അതിലേക്കൊന്നും എല്ലാത്തിനും പോകാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലെല്ലാത്തിലും ഞാൻ പോകുന്നില്ല. അതിൽ 2018 വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സംരംഭകരുടെ ഈ യാത്രയിലുള്ള ഒരു മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നിയമം. ഞാനൊക്കെ സർവീസിൽ കയറുമ്പോൾ ഒരു 31 വർഷക്കാലം ഞാൻ വ്യവസായ വകുപ്പിൽ ജോലി ചെയ്തതാണ്. അപ്പോഴും ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ തന്നെ നിരന്തരമായിട്ട് പോവുകയും പങ്കെടുക്കുകയും 1-to-1 ഡിസ്കഷൻ നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഞാനൊക്കെ സർവീസിൽ കയറുമ്പോൾ അന്ന് വ്യവസായികൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, ഞാനൊരു ലൈസൻസിന് അപേക്ഷിച്ചാൽ എനിക്കെന്ന് ലൈസൻസ് കിട്ടും എന്ന് പറയാമോ എന്നുള്ളതാണ്. ഇന്ന് ആ അവസ്ഥയിൽ നിന്നും
എത്രയോ മാറ്റങ്ങൾ വന്നു. ഇന്നൊരു ലൈസൻസിന് അപേക്ഷിച്ചാൽ നിങ്ങൾ പ്രോപ്പർ ചാനലിൽ ഓൺലൈനിലാണ് ചെയ്യുന്നത് എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ അതിൽ തീരുമാനമുണ്ടാക്കാവുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സംരംഭ മേഖല വന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ റിജക്ഷൻ ഉണ്ടാവാം, പക്ഷെ 30 ദിവസത്തിനുള്ളിൽ തീരുമാനമറിയും. അതിന് പറ്റിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നു. ഗ്രാജുവലായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 2018 ശേഷം കേരളത്തിൽ വന്നത് എന്നുള്ളതാണ്. ഒരു ജമ്പാണ് വന്നത്, സംരംഭകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജമ്പ്. അതുപോലെ തന്നെ നിരവധി പരിഷ്കാരങ്ങൾ അത് 2019 വന്നു കഴിഞ്ഞപ്പോൾ MSME ഫെസിലിറ്റേഷൻ ആക്ട് എന്നൊരു നിയമം കൊണ്ടുവന്നു. 2018 കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് ആണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ സംരംഭകർക്ക് അനുകൂലമായി ഈ രാജ്യം വളരേണ്ടുന്ന സാഹചര്യത്തിലേക്ക്, ആ ഒരു തിങ്കിങ്ങിലേക്ക് കൊണ്ടുവന്നത് തന്നെ. ലൈസൻസുകൾ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. ലൈസൻസുകൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ കാര്യം സംരംഭകരെ 15 ദിവസത്തിനുള്ളിൽ കുറവുണ്ടെങ്കിൽ അറിയിക്കണം. 30 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തിരിക്കണം. തീരുമാനമെടുത്തില്ലെങ്കിൽ കിട്ടിയതായി കണക്കാക്കുന്ന ഡോക്യുമെന്റ് നിങ്ങളുടെ മെയിൽ ബോക്സിൽ വന്ന് കിടക്കും. ആ തരത്തില് നിയമം കൊണ്ടുവന്ന് 2018 2019 MSME ഫെസിലിറ്റേഷൻ ആക്ട് പറഞ്ഞു, ഞാൻ കൂടുതലായിലേക്ക് പോകുന്നില്ല, ആക്ട് പറഞ്ഞു നിങ്ങൾക്കൊരു സംരംഭം തുടങ്ങണമെന്ന് നിങ്ങൾ തുടങ്ങിക്കോ. അതിന് വേണ്ട സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾ എല്ലാം എന്ന് പറയുന്നില്ലെങ്കിൽ കുറച്ചേറെ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകൾ നിങ്ങളൊരു 3.5 വർഷം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു 2019. അതിനുശേഷം നാനോ വ്യവസായങ്ങളുടെ കാര്യത്തിൽ പ്രബലമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അതിനുശേഷം സംരംഭകർക്ക് പരാതി പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. എല്ലാ ജില്ലയിലും ഗ്രീവൻസ് സെൽ കൊണ്ടുവന്നു. അതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പരാതികൾ സംരംഭകർ പുറത്ത് മാധ്യമങ്ങളോടും മറ്റുമൊക്കെ പറയുമ്പോഴും ഈ ഗ്രീവൻസ് സെല്ലിൽ കൃത്യമായി ഒരു പരാതി പുട്ടപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നതിന് ജില്ലാ തലത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലുള്ള സമിതിയുടെ തീരുമാനമുണ്ടാക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. ഫ്രീ ആയിട്ട് തന്നെ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിങ്ക് കിട്ടും, ഗ്രീവൻസ് സെൽ എന്നുള്ളത്. അതിൽ നമുക്ക് ജില്ലാ തലത്തിൽ കംപ്ലൈൻറ്റ് ഫുട്ടപ്പ് ചെയ്യാൻ അവസരങ്ങളുണ്ട്. കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ജോയിൻ്റ് ഇൻസ്പെക്ഷനുകൾ. ഇപ്പോൾ കേരളത്തിലെ വ്യവസായികൾ, നമ്മുടെ സാബു ജേക്കബൊക്കെ പറഞ്ഞിരുന്ന വലിയൊരു പരാതി, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കയറി ഓരോ ദിവസവും വന്ന് പരിശോധിച്ച് പാവപ്പെട്ട വ്യവസായികളെ കഷ്ടപ്പെടുത്തുന്നു. ഇത് ഗവൺമെൻറ് പരിശോധിച്ച് അതിന് ശാശ്വതമായി ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അത് ജോയിൻ്റ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ കൊണ്ടുവന്നു. അതിൽ റെഗുലറായി ഇൻസ്പെക്ട് ചെയ്യുന്ന 7ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളെ അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ ഒറ്റയ്ക്ക് പോയി പരിശോധിക്കാൻ പാടില്ല. നിങ്ങൾ കളക്റ്റീവായിട്ടൊരു ഡേറ്റ് എടുത്ത് പോയി പരിശോധിക്കണം. അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. പിന്നീട് വ്യവസായികൾ ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അടിസ്ഥാന സൗകര്യമില്ല എന്നുള്ളത്. ഡെവലപ്ഡ് ഭൂമിയില്ല, ഡെവലപ്ഡ് ബിൽഡിംഗ് ഇല്ല. അത് വളരെ ആഴത്തിൽ പരിശോധിച്ചുകൊണ്ട് 2022-23 കാലഘട്ടത്തിൽ വളരെ ഫലപ്രദമായൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നതാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ എന്ന് പറയുന്നത്. ഈ 10 ഏക്കർ സ്ഥലമുണ്ട് എങ്കിൽ അവർക്ക് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാം. 5 ഏക്കർ ഭൂമിയുണ്ട് എങ്കിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാം. അവിടെ തന്നെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി SDF എന്ന മോഡലിലേക്ക് അതിനെ കൊണ്ടുവരാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ വരുമ്പോൾ 40ഓളം പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു. ഏതാണ്ട് 40 ഇൻറ്റു ഒരു 12-13 കൂട്ടിയാൽ പോലും ഏതാണ്ട് ഒരു 500ഓളം ഏക്കർ സ്ഥലം നമുക്ക് ഇന്ന് വ്യവസായ മേഖലയായി ഡിക്ലെയർ ചെയ്ത് അവിടെ ഇൻഡസ്ട്രികൾ തുടങ്ങാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് വന്നു. വളരെ പെട്ടെന്ന് 2 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ് ഞാനീ പറഞ്ഞത്. ഏതൊരു സംരംഭകനും ഇന്ന് വേണമെങ്കിൽ ഒരു 5 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കാം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കിട്ടുന്ന എല്ലാ പ്രൊട്ടക്ഷനും
എല്ലാ പ്രൊട്ടക്ഷനും നമുക്ക് ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ കിട്ടും. ബിൽഡിംഗ് റൂൾസ് പോലും ബാധകമല്ലാതെ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. സർവോപരി വ്യവസായ മേഖലയായി മാറ്റിവെക്കപ്പെടുന്ന ഒരു മേഖല എന്നുള്ളതിനാൽ സർവീസ് ഇൻഡസ്ട്രികളും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളും അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കപ്പെടും. അങ്ങനെ അതുപോലെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ നമ്മുടെ പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. ഈ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ നിരവധി സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഏതാണ്ട് 12ഓളം കോളേജുകളാണ് ഇതുവരെ അപേക്ഷിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള വേസ്റ്റായി കിടക്കുന്ന, അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥലമുണ്ട് എങ്കിൽ അത് നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റായിട്ട് കൊണ്ടുവരാം. ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അവിടെ തുടങ്ങുന്നതിന് വേണ്ട സാഹചര്യം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഈ വ്യവസായ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ വ്യവസായ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടാവും. വ്യവസായ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് ഒരാൾക്കൊരു 10-50 സെൻറ്റ് സ്ഥലം അലോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ സ്ഥലം ഒരു കാരണവശാലും ഗവൺമെൻറ്റിലേക്ക് വിട്ടുകൊടുക്കില്ല. അവിടെ വ്യവസായം നടന്നില്ലെങ്കിലും അത് കാട് പിടിച്ച് നശിച്ചു കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഗൗരവമായി സർക്കാർ ഇത് പരിഗണിക്കുകയും 3 വർഷക്കാലം അവൻ്റെ കൈവശത്തിലിരുന്ന ഒരു വ്യവസായിയുടെ, ഒരു സംരംഭകൻ്റെ കൈവശത്തിലിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എങ്കിൽ, സർക്കാരിൻ്റെ ഭൂമിയാണ് എങ്കിൽ പോലും ആ ഫുൾ വാല്യൂ അടച്ചു കഴിഞ്ഞിട്ടുള്ള വസ്തുവാണ് എങ്കിൽ അത് ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള അധികാരം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോൾ നിരവധി ബ്ലാങ്കായിട്ട് കിടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന വ്യവസായ എസ്റ്റേറ്റിലെ ഭൂമികൾ പുനർവിതരണം ചെയ്യപ്പെട്ടു. ധാരാളം ആളുകൾക്ക് അത് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പരിഷ്കാരങ്ങൾ. അതിൽ ഏറ്റവും അവസാനം വന്ന ഒരു ഭരണപരിഷ്കാരം എന്ന് പറയുന്നത് 2025 പഞ്ചായത്ത് രാജ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് 2025 ഓഗസ്റ്റ് 18 ഗസറ്റ് വിജ്ഞാപനം ചെയ്ത ഒരു ഭേദഗതി നിയമമാണ്. ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ 90% സംസ്ഥാനങ്ങളിലും ഒരു സംരംഭം തുടങ്ങുന്നതിന് പഞ്ചായത്തിൽ പോകേണ്ട കാര്യമില്ല. ഗുജറാത്തിൽ ചെന്നാൽ, കർണാടകയിൽ ചെന്നാൽ, ആന്ധ്രാപ്രദേശിൽ ചെന്നാൽ അവർ ചോദിക്കും, നിങ്ങൾ വ്യവസായം തുടങ്ങാൻ എന്തിനാണ് പഞ്ചായത്തിൽ പോകുന്നത്? നിങ്ങളൊരു ഫർണിച്ചർ യൂണിറ്റോ ഒരു ക്രഷർ യൂണിറ്റോ ഒരു റൈസ് പൗഡർ യൂണിറ്റോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു ബേക്കറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റോ എന്ത് തുടങ്ങിയാലും നിങ്ങൾ എന്തിനാണ് പഞ്ചായത്തിൽ പോകുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുക. പക്ഷെ നമ്മളിവിടെ ബേസിക്കായിട്ട് കാണുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ പഞ്ചായത്ത് ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു അനുമതി യഥാർത്ഥത്തിൽ ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് രാജ്യത്തെ ഏതെങ്കിലും രീതിയിലുള്ള വ്യവസായം ഉണ്ടാക്കുന്ന പൊല്യൂഷൻ അല്ലെങ്കിൽ പബ്ലിക്കിനുണ്ടാക്കുന്ന ന്യൂയിസൻസ് മെഷർ ചെയ്യുന്നതിനും ഉള്ള ഒരു സംവിധാനം പഞ്ചായത്തിനോ ഗ്രാമപഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ ഉണ്ടോ? ഇല്ല. അതിന് ഓതറൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് PCB ആണ്. അങ്ങനെ PCBയുടെ അനുമതി വേണം. ഇന്ത്യയിൽ എവിടെയായാലും വ്യവസായങ്ങൾ, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ ചെയ്യണമെങ്കിൽ PCBയുടെ അനുമതി നിർബന്ധമാണ്. PCB എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ വരുന്ന റൂളാണ്. കേരളത്തിന് മാത്രമായിട്ടൊരു PCB നിയമമില്ല, ഇന്ത്യയിൽ മുഴുവനും ഒരേ നിയമമാണ്. PCB റൂൾ വേണം. പക്ഷെ പഞ്ചായത്ത് ലൈസൻസ് എന്തിനാണ്? ഇതാണ് ചോദിച്ചത്. ഈ 2025 ഓഗസ്റ്റ് 18 ഇതിന് ശക്തമായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന സംരംഭങ്ങൾ, അതായത് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ സംരംഭങ്ങളെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്. ഒരു കാറ്റഗറി കൂടി വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4 കാറ്റഗറിയിൽ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 80% സംരംഭങ്ങളും വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു ലെസ് ദാൻ 20% സംരംഭങ്ങൾ മാത്രമാണ് ഓറഞ്ച് റെഡ് കാറ്റഗറിയിൽ വരുന്നുള്ളൂ. ഈ 80% സംരംഭങ്ങളും ഇനിമേൽ പഞ്ചായത്ത് ലൈസൻസ് എടുക്കണ്ട. ഇതാണ് ഈ 2018 വന്ന നിയമം എന്ന് പറയുന്നത്.
അപ്പോൾ അതൊരു തുടക്കമാണ്. 2018 ഓഗസ്റ്റ് 18 ഗസറ്റിൽ ഇത് വളരെ വിശദമായിട്ട് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പല പഞ്ചായത്തുകളും ഈ ഒരു കാര്യം കണ്ടതായി നടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള ആളുകളോട് ഞാൻ ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ പഞ്ചായത്തിനെ കാണിച്ചു കൊടുക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പറയുന്നൊരു കാര്യം, പഞ്ചായത്ത് രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഇൻസ്പെക്ഷനോ മറ്റു നടപടിക്രമങ്ങളോ ഒന്നും ആവശ്യമില്ല. അതേസമയം പഞ്ചായത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ ഒരു ഫീസ് അടയ്ക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്മൾ സ്വയം സാക്ഷ്യപ്പെടുത്തി നാം സബ്മിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസാണ്. അത് വെച്ചുകൊണ്ട് നമുക്കൊരു രജിസ്ട്രേഷൻ തരണം. ആ രജിസ്ട്രേഷൻ്റെ റിജക്ഷനോ ഇൻസ്പെക്ഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നിയമങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, കേരളത്തിൽ ഒത്തിരി വീടുകളിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാഹചര്യമുണ്ട്, നാനോ വ്യവസായങ്ങൾ. അപ്പോൾ സർക്കാർ അതിൽ പറഞ്ഞത് 5 HP താഴെ പവർ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ 5 HP താഴെ പവർ ഉപയോഗിക്കുന്ന വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന, അതായത് പൊല്യൂഷൻ്റെ തോത് വളരെ കുറഞ്ഞ സംരംഭങ്ങൾ വീടുകളിൽ തന്നെ തുടങ്ങാം. വീടുകളിലെ 50% ഏരിയ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി വിനിയോഗിക്കാം. ഇനി ആൾതാമസമില്ലാത്തൊരു വീടാണ് എങ്കിൽ അവിടെ 100% ഏരിയയും ഇതുപോലെ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന് ഒരു പ്രസംഗമല്ല, അല്ലെങ്കിൽ ഒരു ജീവമല്ല, ഒരു നിയമം അതിനെ അമെൻഡ് ചെയ്തുകൊണ്ട് പഞ്ചായത്ത് രാജ് ആക്ടിലെ പഞ്ചായത്ത് രാജ് ചട്ടങ്ങളെ അമെൻഡ് ചെയ്തുകൊണ്ട് നിയമം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും ആളുകൾ ചോദിച്ചു, എന്താണ് ഇത് പഞ്ചായത്തിന് മാത്രം ബാധകമായിട്ടുള്ളത്? അപ്പോൾ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഇതേപോലെ തന്നെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമം വരുന്നുണ്ട്. ആ നിയമം ഈ മാസം ജനുവരിയിലെങ്കിലും പുറത്തിറങ്ങും എന്നാണ് വിചാരിക്കുന്നത്. വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ കുറെ കൂടി സംരംഭ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിന് തർക്കമില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയും കുറച്ചൊക്കെ ഇപ്പോൾ നോക്കുകൂലി പോലുള്ള പല പ്രശ്നങ്ങളും ഇപ്പോഴും കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അതും ഏറെ താമസിയാതെ തന്നെ നാം അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ നിലനിന്നിരുന്ന സംരംഭകർ ഫേസ് ചെയ്തിരുന്ന ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിച്ച് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് വ്യവസായങ്ങളുടെ മുന്നേറ്റത്തിൻ്റെ ഗണത്തിൽ അതിൻ്റെ ഒരു ഗ്രേഡിങ്ങിൽ കേരളം 1ാം സ്ഥാനത്ത് വന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും കേരളം 1ാം സ്ഥാനത്ത് വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം നിയമപരിഷ്കാരങ്ങളാണ് കേരളത്തിൽ വന്നത് എന്ന്. എല്ലാം പരിഹരിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, ഇനിയും കുറേ പരിഹരിക്കാനുണ്ട്. പക്ഷെ കുറേയേറെ കാര്യങ്ങൾ നാം പരിഹരിച്ചു, കുറേയേറെ കാര്യങ്ങൾ നാം മുന്നോട്ട് പോയി. വ്യവസായികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. 10 വർഷം മുൻപുള്ള ഒരു ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയറും ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത്തരത്തിലുള്ള വ്യവസായ അന്തരീക്ഷം പൂർണ്ണമായും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നല്ല വ്യവസായികളായി, ഭാവിയുടെ വാഗ്ദാനങ്ങളായി നിങ്ങൾ വളർന്നു വരട്ടെ, വലിയ സംരംഭങ്ങളായി നിങ്ങളെ കാണാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.